നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ യൂണിറ്റിൽ ഷോർട്ട് എസ്സേ ലെവലിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ പാരാമെട്രിക് കർവ് ഗിവൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 + t³ + t². അതുപോലെ തന്നെ വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരാമെട്രിക് ഫോമാണ്. എന്താ പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ dy/dx കാണാൻ വേണ്ടിയിട്ട് dy/dtയും ചെയ്യുക, dx/dtയും ചെയ്യുക, അത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. നമ്മൾ +2 പഠിച്ച കാര്യമാണത്. സോ സ്ലോപ്പ് ഓഫ് ദ പാരാമെട്രിക് കർവിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയുള്ളത്. സ്ലോപ്പ് ഓഫ് ദ പാരാമെട്രിക് കർവ് ഇക്വേഷൻ ആക്ച്വലി dy/dx തന്നെയാണ്, പക്ഷേ ഇവിടെ എല്ലാം തന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു t ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം? dy/dt ചെയ്യുക, ഡിവൈഡഡ് ബൈ dx/dt ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് എക്സിൻ്റെ dx/dt ചെയ്യാം. ഇപ്പോൾ എക്സ് തന്നിട്ടുള്ളത് 1 + t³ + t² ആണ്. സോ dx/dt is equal to ഇത് d/dt of 1 + t³ + t². അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, 1 + t³ t². അപ്പോൾ അത് രണ്ടും ഡെറിവേറ്റീവ് കണ്ടിട്ട് നമ്മൾ പ്ലസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് d/dt of 1 + t³ ഫസ്റ്റ് ചെയ്തിട്ട് d/dt of t² ചെയ്താൽ മതി. സോ ഇത് പവർ ഉള്ളത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ആദ്യം ഈ ഒരു പവർ ഈ 4 എന്നുള്ളത് മുന്നിലേക്ക് വരും. ദെൻ 4 × 1 + t³, 4 - 1 അവിടെ എന്ത് വരും? 3 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള, കാരണം ഇത് ചെയിൻ റൂളാണല്ലേ, 1 ചെയ്ത് കഴിഞ്ഞാൽ 0യും t³ ചെയ്താൽ എന്ത് വരും? 3t² വരും. അതുപോലെ ഇപ്പുറത്തുള്ള t² ചെയ്താൽ 2t എന്ന് വരും. അപ്പോൾ ഇതൊന്ന് ഇനി ഓർഡർ ആക്കി എഴുതിയാൽ മതി. 4 × 3 എന്ത് വരും? 12t² × 1 + t³ + 2t. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? dx/dt കിട്ടി. ഇനി നമ്മൾ dy/dtയും കൂടെ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി ക്വസ്റ്റ്യനിൽ തന്ന y എന്താണെന്നുള്ളത് നോക്കുക. y എന്താണ്? t⁵ 5 + t² + 2 ആണ്. ഇനി അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ കാണാം. സോ y ഇവിടെ എഴുതുകയാണ് t⁵ 5 + t² + 2 dy/dt. dy/dt എന്ന് പറഞ്ഞാൽ d/dt of t⁵ 5 + t² + 2. ഇതിൻ്റെ ഡെറിവേറ്റീവ് t⁵ 5t⁴, t²ൻ്റെ 2t, കോൺസ്റ്റൻറ്റിൻ്റെ 0. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് ദ പാരാമെട്രിക് കർവ് dy/dt അല്ലേ, അതെന്താ? dy/dx. ഇക്വേഷൻ പറഞ്ഞാൽ എന്തായിരുന്നു? dy/dt ഡിവൈഡഡ് ബൈ dx/dt ചെയ്താൽ മതി. dy/dt ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 5t⁴ + 2t ഡിവൈഡഡ് ബൈ തൊട്ട് മുന്നേ കിട്ടിയത് dx/dt എന്താണ്? 12t² × 1 + t³ + 2t. ഇനി ഈ സ്ലോപ്പ് നമുക്ക് അറ്റ് t = 1 ആണ് കാണേണ്ടത്. സോ dy/dx അറ്റ് t = 1. അപ്പോൾ ഈ തന്ന നമുക്ക് അവസാനം കിട്ടിയ ആൻസറിൽ എന്ത് ചെയ്യുക? t കാണുന്നിടത്ത് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. സോ 5 × 1⁴ + 2 × 1 ഡിവൈഡഡ് ബൈ 12 × 1² + 1 × 1 + 1³ ⁵ 3 × 2 × 1. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? 5 + 2/12 × 2³ അല്ലേ, +2 ചെയ്ത് കഴിഞ്ഞാൽ 7/98 എന്നുള്ള ആൻസർ വരും. സോ ഇതൊരു ഷോർട്ട് എസ്സേ ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.